ഭർത്താവിനെ ഏറെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു രേഷ്മ. നാട്ടിലെ ജോലി കൊണ്ട് ജീവിതം മുന്നോട്ടു പോകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ജിനേഷ് മനസ്സില്ലാ മനസ്സോടെ ഇസ്രായേലിലേക്ക് ജോലിക്ക് പോയത്. പോയി അല്പം കാശുണ്ടാക്കി വീടൊക്കെ വെച്ച് തിരിച്ചു വരാമെന്നായിരുന്നു ജിനേഷ് കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ചില സംഭവങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവനെടുക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ വേർപാട് രേഷ്മയ്ക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറവുമായിരുന്നു. 5 മാസമായി ജിനേഷ് മരണത്തിലേക്ക് പോയിട്ടെങ്കിലും അതിനുശേഷം കണ്ണീർ തോർന്ന നിമിഷങ്ങൾ രേഷ്മയ്ക്കുണ്ടായിട്ടില്ല. സ്നേഹിച്ച് കൊതിതീരും മുന്നേ പ്രവാസ ജീവിതത്തിലേക്ക് പോയ ജിനേഷിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം തിരക്കിയാണ് പിന്നീട് രേഷ്മ അലഞ്ഞത് മുഴുവൻ. പക്ഷേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി മനസ്സ് നുറുങ്ങുന്ന വേദനയിൽ കഴിഞ്ഞ രേഷ്മ ഒടുക്കം 2 നാൾ മുമ്പാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മരണത്തോട് മല്ലിട്ട 48 മണിക്കൂറുകൾക്കൊടുവിൽ രേഷ്മ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. വയനാട് സുൽത്താൻ ബത്തേരിക്കാരനായ ജിനേഷ് പി സുകുമാരൻ 38 വയസ്സുകാരനായിരുന്നു. വയനാട്ടിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലി ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേലിലേക്ക് കെയർ ഗിവർ ജോലി ലഭിച്ചതും അവിടേക്ക് ജിനേഷ് പോയതും. ഈ വർഷം ജൂൺ ആദ്യമായിരുന്നു പുതിയ ജീവിതം സ്വപ്നം കണ്ട് ഇസ്രായേലിലെ മെവസരേറ്റ് സിയോണിലേക്ക് ജിനേഷ് പോയത്. അവിടുത്തെ വയോധികരായ ദമ്പതികളെ പരിചരിക്കുന്നതായിരുന്നു ജിനേഷിൻ്റെ ജോലി. ആ വീട്ടിൽ സന്തോഷവാനായിരുന്ന ജിനേഷ് വൃദ്ധ ദമ്പതികൾക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്ന ചിത്രങ്ങളെല്ലാം വീട്ടുകാരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു ദിവസം ദമ്പതികളിൽ 80കാരിയായ സ്ത്രീയെ ജിനേഷ് കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയെന്നും ശേഷം ജിനേഷ് ആത്മഹത്യ ചെയ്തു എന്നുമുള്ള ആദ്യ വാർത്ത പുറത്തു വന്നത്. പ്രിയപ്പെട്ടവരെയെല്ലാം സംബന്ധിച്ച് ഇത് വിശ്വസിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. 1.5 മാസം മുമ്പ് മാത്രം ആ വീട്ടിലേക്ക് ജോലിക്കെത്തിയ ജിനേഷിന് ആ സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്താൻ മാത്രം എന്ത് പ്രശ്നമാണ് അവർക്കിടയിൽ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മാത്രമല്ല, മണിക്കൂറുകൾക്ക് മുമ്പും ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്ന ജിനേഷിനെയാണ് പ്രിയപ്പെട്ടവർ കണ്ടത്. അവരുടെ ബന്ധുക്കൾ വീട്ടിൽ എത്തിയപ്പോഴാണ് സ്ത്രീയെ കുത്തേറ്റ് മരിച്ച നിലയിലും ജിനേഷിനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. പിന്നീടാണ് സംഭവത്തിന്റെ യഥാർത്ഥ ചുരുളഴിഞ്ഞതും. 80കാരിയെ കൊലപ്പെടുത്തിയത് സ്വന്തം മകൻ തന്നെയായിരുന്നു. തുടർന്ന് ഇയാൾ ജിനേഷിനെയും വകവരുത്തിയതാകാമെന്ന നിലയിലാണ് അന്വേഷണം മുന്നോട്ടു പോയത്. അവിടുത്തെ മലയാളി സമാജവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. മരണം സംഭവിച്ച് ദിവസങ്ങൾക്കിപ്പുറം തന്നെ ജിനേഷിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം തൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ശ്രമമായിരുന്നു രേഷ്മ നടത്തിയത് മുഴുവൻ. അതിനിടെയാണ് മനസ്സു തകർന്ന നിമിഷത്തിൽ 2 നാൾ മുമ്പ് രേഷ്മയും വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. രേഷ്മയ്ക്ക് ആശ്വാസവുമായി ഇസ്രായേലിൽ നിന്നും വിളിച്ചിരുന്ന മലയാളികളോടെല്ലാം രേഷ്മ അന്വേഷിച്ചത് തൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത്, എന്താണ് സത്യാവസ്ഥയെന്ന് മാത്രമായിരുന്നു. തുടർന്ന് വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ രാത്രിയോടെ രേഷ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ഇരുവരെയും ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അതോ ജിനേഷ് ജീവനൊടുക്കിയതാണോ എന്നൊക്കെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് മലയാളി സമാജവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തുവരുന്ന വിവരം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.